ഇന്ന് വെളുപ്പിന് മത്തായിയുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മത്തായി പറഞ്ഞു, മാലാഖേ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ മാലാഖ ചോദിച്ചു, അച്ഛന്മാരോടല്ലേ കുമ്പസാരിക്കേണ്ടത്? ഞാൻ മാലാഖയല്ലേ? അപ്പോൾ മത്തായി പറഞ്ഞു, അങ്ങനെ പറയരുത്. ആദ്യമായി ഒരു മാലാഖയെ കാണുവാൻ എനിക്ക് കുമ്പസാരിക്കണം. അപ്പോൾ മാലാഖ പറഞ്ഞു, അത്രയ്ക്ക് ആഗ്രഹമാണേൽ കുമ്പസാരിക്ക്. അപ്പോൾ മത്തായി കുമ്പസാരിക്കാൻ തുടങ്ങി. മാലാഖേ, ഞാൻ ചെറുതായി കാശടിച്ചു മാറ്റും. മാലാഖ ചോദിച്ചു, എവിടെന്ന്? അപ്പോൾ മത്തായി പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ കുടുക്കയിൽ നിന്ന്. ഇന്നലെ 300 രൂപ എടുത്തു. മാലാഖ ചോദിച്ചു, ഈ കാശ് എന്ത് ചെയ്തു? മത്തായി പറഞ്ഞു, ഞാൻ ചീട്ട് കളിക്കാൻ പോയി. പിന്നെ എന്തൊക്കെ തെറ്റുകളാണ് താങ്കൾ ചെയ്യുന്നത്? അപ്പോൾ മത്തായി പറഞ്ഞു, ഭാര്യ അറിയാതെ ഞാൻ ഫേസ്ബുക്കിൽ പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യും. അപ്പോൾ മാലാഖ ഒരു ഞെട്ടലോട് ചോദിച്ചു, എങ്ങനെ? മത്തായി തുടർന്നു, പിന്നെ മാലാഖേ, ഞാൻ മദ്യപിക്കും. ബാറിൽ പോയല്ല, വീട്ടിൽ വെച്ച്. അവൾ കുളിക്കാൻ കയറുമ്പോൾ, അല്ലേൽ ആ പണ്ടാരം പ്രശ്നമുണ്ടാക്കും. അപ്പോൾ മാലാഖ ചോദിച്ചു, അപ്പോൾ ഭാര്യയ്ക്ക് മണം കിട്ടില്ലേ? മത്തായി പറഞ്ഞു, ഹേയ്, ഇത് വോഡ്കയാ, മണം കുറവാ. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ അതൊക്കെ ചവക്കും, അപ്പോൾ മണം കിട്ടില്ല. മാലാഖ ചോദിച്ചു, മദ്യം വീട്ടിലെവിടെയാ ഒളിപ്പിക്കുക? മത്തായി പറഞ്ഞു, ഗ്യാസ് കുറ്റിയുടെ പുറകിലാണ് ഞാൻ മദ്യം ഒളിപ്പിക്കുന്നത്. മാലാഖ ചോദിച്ചു, ശരി, കുമ്പസാരിച്ച് കഴിഞ്ഞോ? അപ്പോൾ മത്തായി പറഞ്ഞു, മാലാഖേ, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എനിക്ക് മാലാഖയുടെ കൈയൊന്ന് മുത്തണം. ഞങ്ങൾ മലയാളികളുടെ ഒരു ശീലമാ അത്, മെത്രന്മാരുടെയും കർദിനാൾമാരുടെയും കൈ മുത്തുക എന്നത്. മുത്തുമ്പോൾ ഞങ്ങൾക്കും, മുത്തം കിട്ടുമ്പോൾ അവർക്കും ഒരു സന്തോഷം. മാലാഖ തൻ്റെ വലത്തെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഇന്നാ മുത്ത്. മത്തായി മാലാഖയുടെ കയ്യിൽ മുത്തി. എന്നിട്ട് മത്തായി ചോദിച്ചു, മാലാഖ രാത്രി മത്തിക്കറി കൂട്ടിയാണോ ചോറുണ്ടത്? അപ്പോൾ മാലാഖ ചോദിച്ചു, എന്തു പറ്റി? മത്തായി പറഞ്ഞു, അല്ല, മാലാഖയുടെ കയ്യിൽ മത്തിക്കറിയുടെ മണമുണ്ട്. മാലാഖ പിന്നീടൊന്നും മിണ്ടിയില്ല. മത്തായി വിളിച്ചു, മാലാഖേ, പോയോ? കുറച്ചു നേരത്തേക്ക് നിശബ്ദം. മത്തായി കണ്ണു തുറന്നു നോക്കി. മാലാഖ പോയിരിക്കുന്നു. അപ്പോൾ ഇടതുവശത്ത് പുതപ്പിനടിയിൽ നിന്നും ഭാര്യയുടെ ശബ്ദം, നേരം വെളുത്തിട്ട് നിങ്ങളെ പകൽ വെളിച്ചത്തിൽ നിർത്തി ഞാൻ ബാക്കി കൂടി കുമ്പസാരിപ്പിക്കുന്നുണ്ട്.